ഗോപ്രോ മച്ചാനെ നിനക്ക് നാണമില്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ ജാസ്മിനെ വിറ്റ് ജീവിക്കണോ, അത് അവരുടെ ജാസ്മിൻ്റെ പേഴ്സണൽ ലൈഫിൽ കയറി കളിക്കണോ എന്ന രീതിയിലുള്ള കമൻസ് ഒന്നും നിരോധിച്ചെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അതല്ലാത്തവർക്ക് ഈ രീതിയിൽ ചിന്തിക്കാത്തവരുണ്ടായിരിക്കുമല്ലോ. ആ രീതിയിൽ ചിന്തിക്കാത്തവർക്കായിട്ട് നമ്മൾ വീണ്ടും അടുത്തൊരു പ്രൂഫും കൂടി പുറത്തു വിടുന്നു. ഞാൻ വൈകുന്നേരം ഒരു വീഡിയോ ഇട്ടിരുന്നു. അഫ്സലിൻ്റെ ഭാഗത്തുനിന്നൊരു വീഡിയോ ഉണ്ടായിരിക്കും. കാരണം എന്ന് വെച്ചാൽ 90% അഫ്സൽ എൻഗേജ്മെൻറ്റിൻ്റെ എല്ലാ പിക്ചറും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വിടണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഒരു 10% വേണമെങ്കിൽ അഫ്സലിന് മിണ്ടാതിരിക്കാം, പക്ഷേ 90% അഫ്സൽ പുറത്ത് വിടും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അത് എൻ്റെ വിഷും അതാണ്. കാരണം പുറത്തേക്ക് വിടണം. കാരണം ഇങ്ങനെ ഒരു മനുഷ്യനെ പറഞ്ഞ് ഇങ്ങനെ എന്താ പറയുക, ഒന്നുമല്ലാത്ത രീതിയിൽ ഒരു മരയോളെയായിട്ട് ചിത്രീകരിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന സംഗതി അധികം ഡെക്കറേഷൻ ഒന്നും വേണ്ട. ഏത് സിനിമയിലാണ് ഇപ്പോൾ മമ്മൂക്കല്ലേ പറഞ്ഞ് അധികം ഡെക്കറേഷനൊന്നും വേണ്ട. മറ്റേ മാഫിയ ശശി എന്ന് പറഞ്ഞ വരി. നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോ, ഇത് ജാസ്മിൻ ജാഫറും അഫ്സലും കൂടി അവരുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു എന്നുള്ള വിവരം ജാസ്മിൻ മുന്നക്കായെ അറിയിക്കുന്ന ചാറ്റാണ്. ഓക്കെ, ഇതെനിക്ക് കിട്ടിയത് 4th ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടല്ലോ. 4th ജംഗ്ഷനിൽ അത്യാവശ്യം ഇതുപോലുള്ള ഡിറ്റക്റ്റീവ് പരിപാടികളൊക്കെ കണ്ണൻ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ കണ്ണൻ്റെ പേജിൽ നിന്നാണ് ഇത് കിട്ടിയിരിക്കുന്നത്. 4th ജംഗ്ഷൻ. ഓക്കെ, എല്ലാവരും അവിടെ ഫോളോ ആക്കി ഇടുക. കാരണം എന്താ വെച്ചാൽ മുമ്പ് അത്യാവശ്യം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. സംഭവം നിങ്ങൾ സ്ക്രീനിൽ കണ്ടോ, ജാസ്മിൻ മുകളിൽ. ഓക്കെ, Thursday 15th February, Tuesday എന്തോ അതെ Thursday 15th February, whatever. ഓക്കെ, എൻ്റെ ഉറപ്പീര് കഴിഞ്ഞു, അൽഹംദുലില്ലാ, നന്നായി നടന്നു, അവർ പട്ടാണികളാണ്, അവരുടെ ഓരോ ചടങ്ങാണ്. ജാസ്മിൻ അഫ്സൽ എൻഗേജ്മെൻറ്റ്. ജാസ്മിൻ എന്തിനാ ബിഗ് ബോസ് വീട്ടിൽ കള്ളം ഇനിയും പറയുന്നത്, എന്നിട്ടും നോറ കള്ളം പറയുന്നു എന്ന് പറഞ്ഞ് പ്രസംഗം എന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ 4th ജംഗ്ഷനിൽ അവിടെ സ്റ്റോറി ഇട്ടിട്ടുള്ളത്. ഓക്കെ, എന്താ പറയാനുള്ളത് എല്ലാവർക്കും? ജാസ്മിൻ ഫാൻസിന് എന്താ പറയാനുള്ളത്? എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടില്ല. പിന്നെയും ഞാൻ പറയുന്നു, എന്താണ് ആസിഫ് അലിയാണ്, അഫ്സൽ ആസിഫ് അലിയാണ്. അഫ്സൽ ആസിഡും കൊണ്ട് നടക്കുകയാണ്, അവൻ ടോക്സിക്കാണ്, ഇവർ തമ്മിലൊന്നും നടന്നിട്ടില്ല. ഗബ്രീനെയും ജാസ്മിനെയും രാത്രി സ്വപ്നം കണ്ടു കിടക്കണ ഫാൻസാണ്. ഇനി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇതിൻ്റെ ബാക്കി അഫ്സലിൻ്റെ ഭാഗത്തു നിന്നുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള സംഗതികളും കൂടി വരുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇത് നിങ്ങൾ കണ്ടോളൂ. ഇത് ജാസ്മിൻ്റെ ചാറ്റാണ്. ജാസ്മിനും മുന്നക്കായും തമ്മിലുള്ള ചാറ്റാണ് പറയുന്നത് അഫ്സലിനായിട്ടുള്ള എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു എന്നുള്ളത്. ഒരു മനുഷ്യൻ എന്താ പറയുക, എത്രത്തോളം അധപ്പതിക്കാം എന്നുള്ളതും, അല്ലെങ്കിൽ എത്രത്തോളം ഫെയിമിന് വേണ്ടിയിട്ട് കള്ളം പറയുക എന്നുള്ളത് കാണിച്ചു തന്നിട്ടുള്ളൊരു സീസണാണ്. സീരിയസ് ആയിട്ട് പറയാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 സീസൺ എല്ലാവരും കുറ്റം പറയുമെങ്കിലും ഒരുപാട് കള്ളങ്ങളുടെ ചീട്ടുകൊട്ടാരം കൊണ്ട് ഉള്ളിൽ കയറിയിട്ടുള്ള, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓർമ്മ ഉണ്ടാവും മറ്റേ അവൻ്റെ കേസ്, അനിയൻ മിഥുൻ്റെ കേസ്, അതൊക്കെ ചെറുത് ബാപ്പു പറഞ്ഞ ഒരു നിരുപദ്രവകാരിയായിട്ടുള്ളൊരു പാവം സാധു മൃഗം, ഞാൻ അങ്ങനെ പറയല്ല, ഒരു സാധു വരുന്ന ചങ്ങാതി, അതിനൊക്കെ എത്രയോ പറഞ്ഞ് ക്രൂശിച്ചു. ഇത് കള്ളങ്ങളും അതിൻ്റെ ചീട്ടുകൊട്ടാരം കൊണ്ട് ഉള്ളിൽ കയറി ആൾക്കാരെ മുഴുവൻ വെറുപ്പിച്ച് ആ അഫ്സലിൻ്റെ പേര് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് അവനെയും സമൂഹത്തിന് മുന്നിക്കിട്ട് കൊടുത്തു, സ്വന്തം മാതാപിതാക്കളെയും കൊത്തിപ്പറിക്കാൻ സമൂഹത്തിന് മുന്നിക്കിട്ട് കൊടുത്തു. എന്നിട്ടും തീരായിട്ട് നുണ പറയുക. അതെന്താണെന്നറിയോ? ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ ഈ സാധനമൊക്കെ നമ്മളെ തിരിച്ചടിക്കും. ആ തിരിച്ചടിക്കുന്ന സമയമാകുമ്പോഴേക്ക് ബിഫോർ ഇറ്റ്സ് ടു ലേറ്റ് എന്നൊക്കെ പറയില്ലേ, ഓൾമോസ്റ്റ് നമുക്ക് ഒരുപാട് ലേറ്റായി പോകും. ഏതായാലും ഇനിയും ഇതിൽ സംശയം ഉണ്ടോ എന്നുള്ളത് അറിയില്ല. സംശയമുള്ളവർക്കായി കുറച്ച് ദിവസം കൊണ്ട് വെയിറ്റ് ചെയ്താൽ മതി. അഫ്സലിൻ്റെ വീഡിയോ വരുന്നുണ്ട്. അഫ്സൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും സംഭവങ്ങളൊക്കെ പറയുന്നുണ്ടായിരിക്കും എന്നാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയത്. അപ്പോൾ ഒരു ഡീറ്റെയിൽ വീഡിയോ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അതാണ് സ്ഥിതി. സ്ക്രീൻഷോട്ട് കണ്ടോളൂ ഒന്നും കൂടി. എൻ്റെ ഉറപ്പീര് കഴിഞ്ഞു, അൽഹംദുലില്ലാ, നന്നായി നടന്നു, അവർ പട്ടാണികളാണ്. ഓക്കെ, സൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ കാണുന്നുണ്ട് ജാസ്മിൻ ജാഫർ. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ പ്രത്യേകിച്ച്, എല്ലാം സുഖമായിട്ടിരിക്കുന്നില്ലേ? ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.